ഹലോ, എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2008 ഓൾട്ടോ ആണ്. ഏകദേശം ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് 1,10,000 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ മുന്നേ ഓടിയ മൈലേജ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് മൈലേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മൈലേജ് പ്രോബ്ലം ആയിട്ടാണ് കസ്റ്റമർ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ മൊത്തം അടഞ്ഞിരിക്കട്ടാ. അപ്പോൾ ഈ ഒരു സാധനം കൂടി നമ്മൾക്ക് മാറ്റണം. അപ്പോൾ പഴയ എയർ ഫിൽറ്ററും പുതിയ എയർ ഫിൽറ്ററും തമ്മിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. എത്രത്തോളം ഈ ഒരു പഴയ എയർ ഫിൽറ്ററിൽ കരട് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം പുതിയൊരു എയർ ഫിൽറ്ററിൻ്റെ വില വന്നിട്ട് 280 കേട്ടോ. അത് നമ്മുടെ MG പാർട്സാണ് വില വരുന്നത്. ഇത് കണ്ടോ, പഴയ എയർ ഫിൽറ്ററും പുതിയ എയർ ഫിൽറ്ററുമാണ്. ഇത് രണ്ടും തമ്മിൽ നോക്കുക എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ളത്. ഇതും മതി ഒരു കാരണം തന്നെയാണ് കേട്ടോ. ഈ ഒരു ചോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് തീരെ കമ്മിയാവും. അതേപോലെ തന്നെ പുള്ളിങ് ഉണ്ടാവില്ല, ഓട്ടിക്കാൻ സ്മൂത്ത് ഉണ്ടാവില്ല കേട്ടോ. വളരെ ബുദ്ധിമുട്ടായിരിക്കും വാഹനങ്ങളൊക്കെ ഓട്ടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു എയർ ഫിൽറ്റർ മാറ്റാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കംപ്ലൈൻറ്റ് വേറെ വരും. ഇതുപോലെ ത്രോട്ടിൽ ബോഡിയൊക്കെ അടയാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾട്ടിലേക്കും പോകുന്ന ആ ഒരു ഹോളുകളൊക്കെ അടയാനും ഡസ്റ്റ് വന്ന് അടയാൻ എഞ്ചിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല മൈലേജ് എന്നൊക്കെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾക്കിതിൽ ചെയ്യാനുള്ളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കുക എന്നുള്ളതാണ്. നോക്കിയ ശേഷം അതും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗാണ് കേട്ടോ. 3 സ്പാർക്ക് പ്ലഗാണ് വരുന്നത്. ഈ ഒരു പോയിന്റിൽ നല്ല ഗ്യാപ്പാണ് കാണുന്നത്. അതുകൊണ്ടും മൈലേജ് ഷോർട്ട് വരാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നമ്മളൊരു പുതിയ 3 സ്പാർക്ക് പ്ലഗ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. MG പാർട്ട് തന്നെയാണ്. ഇതിൻ്റെ വില പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് 121 രൂപയാണ് നമുക്ക് വരിക. ഇതും നമ്മൾക്ക് മാറ്റേണ്ട പീരീഡിക്ക് എന്ന് പറയുന്നത് 20,000 കിലോമീറ്റർ ഇല്ലെങ്കിൽ 2 വർഷം. ഇതിൽ ഏതാണോ ഫസ്റ്റ് വരിക ആ സമയത്ത് ഇതും മാറ്റിയാൽ മതി കേട്ടോ. അതുകൊണ്ട് പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം, പുതിയതിന് ഗ്യാപ്പ് വളരെ കമ്മിയാണ്, പഴയതിന് ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. ആ ടിപ്പ് എന്ന് പറയുന്ന സാധനമാണ് ഈ സ്പാർക്ക് വന്ന് തേഞ്ഞ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓട്ടിച്ച് നോക്കാം. എന്തായാലും പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാകും, അതേപോലെ തന്നെ മൈലേജും കൂടും കേട്ടോ. അത് യാതൊരുവിധ തർക്കമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വാഹനം നമ്മൾക്ക് ഓട്ടിച്ച് കഴിഞ്ഞാലും വളരെ വൃത്തിയായിരിക്കും. അതേപോലെ തന്നെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാട്ടോ. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാട്ടോ.